Hello guys, welcome back to another video of long video challenge. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സംടൈംസ് യു ജസ്റ്റ് നീഡ് ടു സേ നോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സംടൈംസ് യു ജസ്റ്റ് നീഡ് ടു സേ നോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അതിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് എത്രത്തോളം ഉണ്ട്, മീൻസ് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രയോറിറ്റൈസ് എത്രത്തോളം ഉണ്ട്, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റൈസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങളെ മനസ്സിൽ, കാൽക്കുലേഷൻ എപ്പോഴും നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, ആ ഒരു ധാരണ നിങ്ങളെ മനസ്സിൽ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കഴിയുള്ളൂ, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ ഏതൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ വളരെ ഡിസോർഡറായി കിടക്കുന്ന ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഓർഡറാക്കി എടുക്കുക എന്നുള്ളൊരു ജസ്റ്റൊരു, ഞാൻ ഇത് പറയാൻ ഞാൻ പ്രാപ്തനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഓരോ എന്താ പറയുക പ്രോബ്ലംസ് ആയിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റിസൾട്ട് എന്താ പറയുക, റിസൾട്ട് നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലൈഫ് ഡിസിപ്ലിൻ ആക്കുക, ലൈഫ് ഇമ്പ്രൂവ് ആക്കുക, കുറച്ചും കൂടെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് നമ്മളെ ലൈഫിനെ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എയിമായിട്ട് ഞാനിപ്പോൾ നിലവിൽ കാണുന്നത്. അപ്പോൾ അതിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സംടൈംസ് യു ജസ്റ്റ് നീഡ് ടു സേ നോ. ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല രീതിയിലുള്ള റിലേഷൻഷിപ്സ് എല്ലാവർക്കും ഒരു ഉണ്ടാവും. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇങ്ങനെ പല റിലേഷൻസുള്ള വ്യക്തികളായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക, കേൾക്കുന്നുണ്ടാവുക. അപ്പം ഇവർക്ക് ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ആ ഒരു ചോദ്യചിഹ്നത്തിൽ നിങ്ങൾക്ക് യെസ് ആണ് മറുപടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, പ്രയോറിറ്റീസ് കൊടുക്കാൻ പറ്റും. മറിച്ച് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽ ഭാഗമാണ് അവിടെ നിന്ന് കൂടെ തിരിച്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ നിങ്ങൾ അതിലെന്ത് ചെയ്യുക, സമയം കൂടുതൽ ചിലവഴിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെന്ന വ്യക്തിക്ക് എത്രത്തോളം പ്രയോറിറ്റൈസ് തരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലൊക്കെ ഇത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ ക്യാരക്ടർ ഒരു ഇത്തിരിയെങ്കിലും പിടികിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങളെ ടൈം വാല്യൂ കൂട്ടുക. അതിനനുസരിച്ച് നിങ്ങളെ ടൈമിന് വാല്യൂ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ബെറ്റർ വേർഷനിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനിപ്പോഴും ഏറ്റവും 0 സ്റ്റേജിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാനിപ്പോഴും ഒന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ നിലവിലെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ തുടക്കങ്ങളായിരിക്കും. ചിലപ്പം ഈ ഒരു വീഡിയോ തമ്മിലും കാണുമ്പോൾ വിചാരിക്കും അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ, പക്ഷെ ഒരിക്കലും അല്ല. സിമ്പിളാണെങ്കിലും പലർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു നോ പറയാനും. അതിനെന്ത് പറയുക, നമ്മളത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ മെയിനായിട്ട് കാര്യം പറഞ്ഞാൽ എന്താ, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് കുറവായതുകൊണ്ട് മെയിനായിട്ട് വരുന്ന സംഭവമാണ് ഈ നോ പറയാൻ മടിക്കുന്നത്. നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയുന്നത് എന്നെ വേണം. അതിന് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആദ്യം തോന്നിയേക്കാം. പക്ഷേ അത് നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയാണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് കുറച്ച് നമ്മളെ പ്രയോറിറ്റിയാണ് അവിടെ കുറയുന്നത്. അപ്പം മെയിനായിട്ട് ആ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുക. നോ പറയേണ്ട സ്ഥാനത്ത് നോ പറയാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നല്ലൊരു ഡിസിപ്ലിനായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളൊരു സ്ഥിതിയിലുള്ള ലൈഫ് മതി, ഇനി ഈ ഒരു രീതിയിൽ തന്നെ പോയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഗ്രോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റും പോലെ നിങ്ങൾ ഈ രീതിയിൽ ഡിസിപ്ലിൻ ആക്കി നിങ്ങളുടെ ലൈഫ് ഡിസിപ്ലിനാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വഴിപോക്കൻ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഡിസിപ്ലിൻ ആക്കണം, ഒന്ന് പ്രോപ്പറാക്കണം, നല്ല അടിപൊളിയാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലും കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ വലിയ രീതിയിൽ വലിയ ലോങ് ആക്കി ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ നല്ല കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ആവശ്യമുള്ള കണ്ടൻറ്റുകളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അതിനെ എത്രത്തോളം നിങ്ങൾ സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്തായാലും മാക്സിമം നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. നിങ്ങളെക്കൊണ്ട് പറ്റുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കുക, അടിപൊളിയാക്കുക. എല്ലാവരും എല്ലാ രീതിയിലും എല്ലാവരുടെ സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാൻ പറ്റട്ടെ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം എല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.